ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എക്സ്പീരിയൻസ്ഡായുള്ള ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ല. അത് പഠിച്ചിറങ്ങിയിട്ട് ട്രെയിനിങ്ങിലുള്ള എന്താണ് നമ്മുടെ ഈ ഫീൽഡിലേക്ക് പുതിയതായിട്ട് വന്നിട്ട് ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ കമ്പൗണ്ട്സ് റിമൂവ് ചെയ്യുക, അതുപോലെ കമ്പൗണ്ട്സ് ഫിക്സ് ചെയ്യുക എന്നുള്ള സമയത്തൊക്കെ എന്താണ് നമുക്ക് കൈ നല്ല രീതിയിൽ വേറെ ഉണ്ടാവാറുണ്ട്. അതായത് ഈ പുതിയ ഫീൽഡിലേക്ക് തുടക്കക്കാർക്കാണ് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ളത്. സോ അതിന് വേണ്ടിയൊരു സൊല്യൂഷനാണത്. സോ നമുക്ക് എന്താണ് ട്യൂസർ ഈ ഒരു രീതിയിൽ പിടിക്കുക. ഇതിൽ ഗ്ലൗ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്ലോർ കൊണ്ട് ഹീറ്റ് അടിക്കുമ്പോൾ കയ്യിലേക്ക് ഹീറ്റ് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിൽ എന്താണ് നമ്മൾ ട്യൂസർ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം എന്താണ് നമ്മുടെ ഈ ഒരു ചെറിയ വിരലില്ല, നമ്മുടെ ചിന്നാവിരൽ പറയും നമ്മളതിന്, അതെന്താണ് അത് ജസ്റ്റ് എന്താണ് നമ്മുടെ മാറ്റിൽ ഇതേപോലെ ഒരു സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് എന്താണ് നമ്മൾ ഇതേപോലെ കമ്പൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ കൈക്ക് നമുക്കൊരു സപ്പോർട്ടിങ് ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് നമുക്ക് ഈ നമ്മുടെ ഈ ഇതുണ്ടാവില്ല എന്താണ് വേറെ ഷിവറിങ്ങും, സോ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു രീതിയിൽ ബ്ലോവർ അടിക്കുക. അതിനുശേഷം എന്താണ് നമ്മൾ നോർമലി റിമൂവ് ചെയ്യുന്നപ്പോൾ എന്താണ് ഫ്ലെക്സ് ഒക്കെ ആഡ് ചെയ്യുക. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കമ്പൗണ്ട്സ് റിമൂവ് നമ്മൾ ഈ ഒരു കൈ കൊണ്ട് ഒരു വിരലുകൊണ്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഒന്നുകൂടി ഒരു കോൺഫിഡൻസും കിട്ടും. അതുകൊണ്ട് നമുക്ക് കൈക്കൊരു ആയാസവും കിട്ടും. ആകുമ്പോൾ നമുക്ക് എന്താണ് തൊട്ടടുത്തുള്ള കമ്പൗണ്ട്സ് റിമൂവ് ആകാണ്ട് അതായത് ഷെയ്ക്ക് ആവാണ്ട് എന്താണ് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഏതാണോ കമ്പൗണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തത് ആ ടാർഗറ്റ് ചെയ്ത കമ്പൗണ്ട് നമുക്ക് അത് ഷിവറിംഗ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു 4-5 കമ്പൗണ്ട്സ് എന്താണ് ഇതേപോലെ റിമൂവ് ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്കത് ഈ ഒരു എക്സ്പീരിയൻസ് ആവുകയും പിന്നെ എന്താണ് നമുക്ക് നോർമൽ നല്ല രീതിയിൽ തന്നെ എന്താണ് നമുക്കത് കമ്പൗണ്ട്സ് റിമൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ഐസ് നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റും. അതായത് ടോട്ടൽ കമ്പൗണ്ട്സിൻ്റെ അതായത് ഇതിൻ്റെ തൊട്ടടുത്ത് എന്താണ് കമ്പൗണ്ട്സുകളൊക്കെ ഉണ്ട്. സോ ഈ ഒരു മെത്തേഡിൽ എന്താണ് ബാക്കി അതിൻ്റെ തൊട്ടടുത്തുള്ള കമ്പൗണ്ട്സ് ഒന്നും റിമൂവ് ആകാണ്ട് അത് മിസ്പ്ലേസ് ആകാണ്ട് ഈ ഒരു മെത്തേഡിൽ ഈ ഒരു ഐസ് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഐസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ഇതേപോലെ വിരൽ വെച്ചാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ കമ്പൗണ്ട്സൊക്കെ ഒന്നും മിസ്പ്ലേസ് ആവില്ല. അതുപോലെ എന്താണ് മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് കറക്റ്റ് ഷാർപ്പായിട്ട് യൂസർ മാത്രം യൂസ് ചെയ്യാം. അതായത് അതിൻ്റെ എന്താണ് കറക്റ്റ് ഷാർപ്പ് അല്ലാത്തതാണെങ്കിൽ എന്താണ് നമുക്കത് കറക്റ്റ് ഐസി ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ട്യൂസർ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സെയിം മെത്തേഡിലാണ് നമ്മൾ എന്താണ് കമ്പൗണ്ട്സ് റിമൂവ് ചെയ്യുന്നത്. കമ്പൗണ്ട്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അത് കറക്റ്റ് ഹീറ്റ് കൊടുക്കുക. കറക്റ്റ് എന്താണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതിൻ്റെ അതേ സമയത്ത് എന്താണ് നമ്മളതിൻ്റെ കമ്പൗണ്ടിൻ്റെ മുകളിൽ എന്താണ് നമുക്ക് ഇതേപോലെ കപ്പാസിറ്റിനൊക്കെ മുകളിൽ നമുക്ക് ആ ലെഡ് കാണാൻ പറ്റും. സോ ആ ലെഡ് മെൽറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ട്യൂസർ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കുക. ഹീറ്റ് അടിക്കുന്ന സമയത്ത് എന്താണ് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കുക. ആകുമ്പോൾ നമുക്ക് എന്താണ് ആ ലെഡ് മെൽറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. കറക്റ്റ് ലെഡ് മെൽറ്റ് ആയത് കണ്ടാൽ എന്താണ് നേരെ കമ്പൗണ്ട് പുഷ് ചെയ്യുക. കമ്പൗണ്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക. അതിന് ശേഷം ഡയറക്റ്റായിട്ട് ലിഫ്റ്റ് ചെയ്യുക.
അപ്പോൾ ഇനി കമ്പൗണ്ട് തിരിച്ച് വെക്കാനുള്ള മെത്തേഡാണ് നമ്മളെന്താണ് ഇതുപോലെ 138 PPD എടുക്കുക. അതെന്താണ് നമ്മുടെ ട്യൂസറിലോ ജസ്റ്റ് എന്താണ് വേറെ എന്തെങ്കിലും ഒരു ടൂളിലാക്കിയിട്ട് ജസ്റ്റ് എന്താണ് നമ്മൾ ഇതേപോലെ കറക്റ്റ് എന്താണ് ഈ ഒരു പോയിന്റിൽ നമ്മുടെ കമ്പൗണ്ട് എവിടെയാണോ ഫിക്സ് ചെയ്യുന്നത് ആ പോയിന്റിൽ എന്താണ് ഓൾറെഡി ഇപ്പോൾ ബോർഡിലുള്ള എന്താണ് ഒന്നെങ്കിൽ 138 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള PPD നമ്മുടെ ബോർഡിൽ ഉണ്ടാവുക. സോ ആ പൊസിഷനിൽ എന്താണ് നമ്മളൊരു 138 നമ്മുടെ PPD ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെറിയ രീതിയിൽ, അധികം ആവരുത്, ജസ്റ്റ് എന്താണ് ഒരു ലിറ്റിൽ ചെറിയ രീതിയിൽ എന്താണ് നമ്മൾ ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ആ കമ്പൗണ്ടിൻ്റെ പ്ലേസിൻ്റെ മുകൾക്ക് എന്താണ് നമ്മളത് ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലെഡ് എന്താണ് പെട്ടെന്ന് മെൽട്ടാകും. കാരണം 138ഉം 183 അല്ലെങ്കിൽ എന്താണ് ആ ഒരു ലെഡ് കുറഞ്ഞ മെൽറ്റിംഗ് പോയിൻ്റുള്ള PPD ആയതുകൊണ്ട് അത് പെട്ടെന്ന് മെൽട്ടാവും. സോ അത് രണ്ടും കൂടി ആകുമ്പോൾ എന്താണ് അവിടെ കറക്റ്റ് മിക്സ് ആയിട്ട് പെട്ടെന്ന് മെൽട്ടാവുകയും നമുക്ക് എന്താണ് കമ്പൗണ്ട് അവിടെ കറക്റ്റ് വെക്കാനും പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, കമ്പൗണ്ട് വെച്ച് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇരുന്നതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഹീറ്റില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കറക്റ്റ് സമയത്ത് വെച്ചൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിന് ശേഷം അത് കമ്പൗണ്ട് തട്ടുകയാണെങ്കിൽ കമ്പൗണ്ട് കയ്യിൽ പോരും. ഇത് ഞാൻ കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രമാണ് എന്താണ് അതിലേക്ക് കമ്പൗണ്ട്സ് പോരുന്നുള്ളത് നോക്കിയത്.